കവിഞ്ഞൊഴുകുമി അനുഗ്രഹം നിറഞ്ഞൊഴുകുമി അനുഗ്രഹം കവിഞ്ഞൊഴുകുമി അനുഗ്രഹം നിറഞ്ഞൊഴുകുമി അനുഗ്രഹം എൻ പാപവും ശാപവും ഒഴുകി ദൂരയാ ഞാൻ സൗഖ്യമാ നീതിയാ ദൈവ പൈതലാ യേശുവിൻ സ്വന്തമായി തീർന്നു ഞാൻ എന്നെന്നും കവിഞ്ഞൊഴുകുമി അനുഗ്രഹം നിറഞ്ഞൊഴുകുമി അനുഗ്രഹം പാടുമെൻ്റെ നാഥനായി നവകീർത്തനം ഇനി എന്നുമേ നിറയുന്നെൻ ഹൃദയമാകെ നന്ദിയാ യേശുനാഥൻ ശാപമാകെ ഏറ്റതാ മുള്ളുകൊണ്ടുള്ളോർ മുടിയായേറ്റതാ സമൃദ്ധിയേകിടാൻ ദരിദ്രനായതും കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹത്തിലേക്ക് വീണ്ടും സ്വാഗതം. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ എപ്പിസോഡടക്കം ഓരോ എപ്പിസോഡും നമുക്ക് കാണാനിടയാകുന്നത് ഇതിൻ്റെ സാമ്പത്തിക ആവശ്യങ്ങൾക്കായി നമ്മുടെ ചില പ്രിയ സഹോദരങ്ങൾ ഹൃദയം തുറന്ന് കർത്താവിനെ സ്നേഹിച്ച് ദൈവവേലയിൽ സാമ്പത്തികമായി സപ്പോർട്ട് ചെയ്തതുകൊണ്ട് ഇന്ന് ഈ പ്രോഗ്രാമിനായി സപ്പോർട്ട് ചെയ്ത ഈ കുടുംബത്തെ നമുക്ക് ഏവർക്കും ചേർന്ന് യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കാം. നമ്മളവരെ ഒന്നിച്ച് അനുഗ്രഹിക്കുന്നു. നിങ്ങളേവരും ഈ പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കണം. അപ്പോൾ തന്നെ നിങ്ങൾ പ്രാർത്ഥിക്കണം. കർത്താവ് നിങ്ങൾക്ക് അവസരം തരും. നമുക്ക് ഈ പ്രോഗ്രാം അനേകർക്ക് അനുഗ്രഹമാക്കാൻ നിങ്ങളും ഒരു പ്രോഗ്രാം സപ്പോർട്ട് ചെയ്യുക. നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടം വാർത്തകളുടെയും മീഡിയയുടെയും പരസ്യങ്ങളുടെയും കോലാഹലങ്ങളുടെ ഒരു കാലമാണ്. ചുറ്റും വാർത്തകൾ, പുതിയ വാർത്തകൾ, ഓരോ സെക്കൻഡും വാർത്തകൾ. പക്ഷെ ഒരിക്കലും പഴകാത്ത, എന്നും പുതിയതായ, അപ്പോൾ തന്നെ എല്ലാവർക്കും നല്ല ഒരു വാർത്തയുണ്ട്. ദാറ്റ് ഈസ് ഗുഡ് ന്യൂസ്. അത് ഒന്നേ ഉള്ളൂ. കർത്താവായ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു. അവൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും അവൻ സമീപസ്ഥനാണ്. അതിന് മതമില്ല, ജാതിയില്ല. യേശുവേ എന്ന് ഏത് വ്യക്തി വിളിച്ചാലും അവിടെ അത്ഭുതം നടക്കും എന്ന് ലോകത്തിൽ എല്ലായിടത്തും പറയാൻ പറ്റിയ ഈ സദ്വർത്തമാനം കർത്താവിൻ്റെ ദാസൻ തങ്കു ബ്രദർ എറണാകുളത്തെ ഹെവൻലി ഫീസ്റ്റ് എടപ്പള്ളിയിൽ നടക്കുന്ന ആരാധനയിൽ കഴിഞ്ഞ ദിവസം ചെയ്ത സന്ദേശം നമ്മളിപ്പോൾ കേൾക്കാൻ പോകുകയാണ്. എറണാകുളം ഹെവൻലി ഫീസ്റ്റ് സെൻറ്ററിലേക്ക് നമുക്ക് പോകാം. Turn to me with the book of Colossians chapter 1 and verse 12, 13 and 14. കൊലോസ്യ ലേഖനം ഒന്നാം അധ്യായം അതിന്റെ 12, 13, 14 വാക്യങ്ങളിലേക്ക് എന്നോടൊപ്പം നിങ്ങൾ വന്നാട്ടെ. We believe in a miracle working God. നാം അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ഒരു ദൈവത്തിലാണ് വിശ്വസിക്കുന്നത്. Church is a place where people have seen miracles have come here. അത്ഭുതങ്ങൾ കണ്ട് വരുന്ന ഒരു സ്ഥലമാണ് സഭ. Church was formed by recognizing Jesus who he is. യേശുക്രിസ്തു ആരാണെന്ന് തിരിച്ചറിയുന്നതിലൂടെയാണ് സഭ രൂപപ്പെടുന്നത്. People who have understood that Jesus is alive and with him nothing is impossible. യേശു ജീവിക്കുന്നുവെന്നും അവനാൽ അസാധ്യമായിട്ട് ഒന്നുമില്ല എന്നും തിരിച്ചറിയുന്നവരാണ് സഭാമക്കൾ. That is the beginning of the church. അതാണ് സഭയുടെ ആരംഭം. For an evangelistic meeting, ഒരു സുവിശേഷീകരണ യോഗത്തിൽ, where we have non-believers, we have people who have never heard Jesus. അവിടെ അവിശ്വാസികൾ വന്നേക്കാം, യേശുവിനെ കുറിച്ച് കേട്ടിട്ടേ ഇല്ലാത്തവർ അവിടെ കൂടി വന്നേക്കാം. For an evangelistic meeting, our message is come to Jesus. സുവിശേഷീകരണ യോഗങ്ങളിൽ നമ്മുടെ സന്ദേശം ഇതായിരിക്കും: വരിക, യേശുവിലേക്ക് വരിക. Signs, wonders and miracles to display that Jesus is alive. അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, വീര്യപ്രവൃത്തികൾ യേശു ജീവിക്കുന്നതിന്റെ അടയാളങ്ങളായി അത് സംഭവിക്കും. Hallelujah. Hallelujah. Now the people have seen the work of Jesus and have become believers. എന്നാൽ ഇന്ന് യേശു അത്ഭുതങ്ങൾ ചെയ്യുന്നത് കണ്ട് അതിൽ വിശ്വസിച്ചിട്ടാണ് ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത്. Now the message is not come, the message is overcome. എന്നാൽ ഇന്ന് വരിക എന്നുള്ള ഒരു സന്ദേശമല്ല, അതിജീവിക്കുക എന്നുള്ള സന്ദേശമാണുള്ളത്. ജയിക്കുക. ജയിക്കുക. Hallelujah. Hallelujah. Till you receive Jesus,
the message you heard was come, come, come. യേശുവിനെ സ്വീകരിക്കുന്നത് വരെ ആ സന്ദേശം ഇതായിരുന്നു, വരിക വരിക വരിക. But the moment you became baptized, you became a member of the body of Christ. Now the message is overcome. എന്നാൽ സ്നാനമേറ്റ ദിവസം മുതൽ ആ ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയിലെ അംഗമായി തീർന്ന ദിവസം മുതൽ ഇനിയുള്ള സന്ദേശം എന്താന്ന് വെച്ചാൽ ജയിക്കുക എന്നുള്ളത് മാത്രമാണ്. We are not here to see another miracle, whether miracle or not. We believe in Jesus Christ. ഇനി മറ്റൊരു അത്ഭുതങ്ങൾ കൂടെ കാണാൻ വേണ്ടി വന്നവരല്ല. അത്ഭുതം നടന്നാലും ഇല്ലെങ്കിലും യേശുക്രിസ്തു ജീവിക്കുന്നു എന്ന് നാം വിശ്വസിച്ചു കഴിഞ്ഞു. Hallelujah. Hallelujah. We are not here to see another miracle and then believe in Jesus. ഇനി മറ്റൊരു അത്ഭുതം കൂടെ കണ്ടിട്ട് യേശുവിൽ വിശ്വസിക്കാം എന്ന മനോഭാവത്തിലല്ല നാം ഇവിടെ വന്നിരിക്കുന്നത്. We are already believers in Christ Jesus. നാം ക്രിസ്തു യേശുവിൽ വിശ്വസിക്കുന്നവർ തന്നെയാണ്. Hallelujah. Hallelujah. We are not like the people who came to Jesus in John 6 after a mighty miracle of multiplication of bread. യോഹന്നാൻ 6-ാം അധ്യായത്തിൽ വായിക്കുന്നത് പോലെ അപ്പവും മീനിനെയും വളരെ അത്ഭുതകരമായി വർദ്ധിപ്പിച്ച ഒരു അത്ഭുതം കണ്ടിട്ട് വരുന്നവരല്ല. They came to Jesus after seeing a miracle. അവർ ഒരു അത്ഭുതം കണ്ടതിന് ശേഷം യേശുവിലേക്ക് വന്നു. And then said, what another miracle will you do? എന്നിട്ട് യേശുവിനോട് ചോദിച്ചു, കർത്താവേ നീ അടുത്ത അത്ഭുതം എന്താ ചെയ്യാൻ പോകുന്നത്? Hallelujah. Hallelujah. We are not like that. നാം അങ്ങനെയുള്ളവരല്ല. We don't want to see another miracle to believe Jesus. ഇനി യേശുവിനെ വിശ്വസിക്കാൻ മറ്റൊരു അത്ഭുതത്തിന്റെ ആവശ്യം നമുക്കില്ല. We have already trusted him. We know he is alive. We know he is a savior. He is a redeemer. He is true and he is alive. നാം അവനിൽ വിശ്വസിച്ചു കഴിഞ്ഞു. നാം അവനിൽ ആശ്രയിച്ചു കഴിഞ്ഞു. അവൻ സത്യമായി വിടുവിക്കുന്നവൻ, വീണ്ടെടുപ്പുകാരൻ. അവൻ ഇന്നും വാസ്തവമായി ജീവിക്കുന്നു എന്ന് നാം വിശ്വസിക്കുന്നു. And that is why if you look at the messages on all the epistles of Paul, അതുകൊണ്ടത്രേ നമ്മൾ പൗലോസ് അപ്പോസ്തലൻ എഴുതിയ ലേഖനങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ you will never find increase of faith or talking about faith, but it is all talking about understanding, knowledge of Christ. വിശ്വാസത്തെക്കുറിച്ചോ വിശ്വാസവർദ്ധനവിനെക്കുറിച്ചോ നാം അവിടെ വായിക്കത്തില്ല, അവിടെ കാണുകയില്ല. എന്നാൽ മറിച്ച് നീ ഒന്ന് തിരിച്ചറിയണം, ക്രിസ്തുവിനെ കുറിച്ചുള്ള ജ്ഞാനം, പരിജ്ഞാനം നീ പ്രാപിക്കണം എന്നത്ര അവിടെ നമ്മൾ കാണുന്നത്. Everywhere, every epistle you will understand one word being repeated according to the knowledge of God. ഓരോ ലേഖനങ്ങൾ വായിക്കുമ്പോഴും ഒരു വാക്ക് നമ്മളിങ്ങനെ ആവർത്തിച്ച് വായിക്കുവാൻ കഴിയും, ക്രിസ്തുവിന്റെ ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് അനുസൃതമായി എന്ന വാചകം. And that is why Paul in Colossians he says in verse 28 and 29, him we preach, warning every man, teaching man with all wisdom, that we may present every man perfect in Christ Jesus. അതുകൊണ്ടൊക്കെ കൊലോസ്യ ലേഖനത്തിലും അതിന്റെ 1-ാം അധ്യായം 28-29 വാക്യങ്ങളിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്, അവനെ ഞങ്ങൾ അറിയിക്കുന്നതിൽ ഏതു മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തേണ്ടതിന് ഏതു മനുഷ്യനെയും പ്രബോധിപ്പിക്കുകയും ഏതു മനുഷ്യനോടും സകല ജ്ഞാനത്തോടും കൂടെ ഉപദേശിക്കുകയും ചെയ്യുന്നു. അതിനായി ഞാൻ എന്നിൽ ബലത്തോടെ വ്യാപരിക്കുന്ന അവന്റെ വ്യാപാര ശക്തിക്കൊത്തവണ്ണം പോരാടിക്കൊണ്ട് അധ്വാനിക്കുന്നു എന്ന് വായിക്കുന്നത്. To make every man perfect in Christ Jesus. എല്ലാവരെയും ക്രിസ്തു യേശുവിൽ തികഞ്ഞവനായി തീർക്കുക. What is perfection in Christ? എന്താകുന്നു ക്രിസ്തുവിലുള്ള തികവ്? It is an understanding who we are because of what Jesus has done. യേശു കർത്താവ് ചെയ്ത പ്രവർത്തികൾ മൂലം നാം ആരായി തീർന്നിരിക്കുന്നു എന്നുള്ളത് തിരിച്ചറിയുന്ന അനുഭവം അത്രയത്. And that is why 2 Peter chapter 1 and verse 3 the Bible says, grace and peace is multiplied according to the knowledge of God and his son Jesus Christ. അതുകൊണ്ട് അത്രേ 2 പത്രോസ് 1-ാം അധ്യായം അതിന്റെ 2-ാമത്തെ വാക്യം പറയുകയാണ്, കൃപയും സമാധാനവും ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് തുല്യമായി അത് പെരുകി വരുമാറാകട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്ന് പറഞ്ഞ ദൈവത്തിന്റെയും ഉറക്കെ പറഞ്ഞ ദൈവത്തിന്റെയും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെയും പരിജ്ഞാനത്താൽ നിങ്ങൾക്ക് കൃപയും സമാധാനവും വർദ്ധിക്കുമാറാകട്ടെ. Hallelujah. We are not to be babies depending on someone for prayer, someone for support always. ഇനിമേൽ മറ്റുള്ളവരുടെ പ്രാർത്ഥനയ്ക്കോ മറ്റുള്ളവരുടെ സഹായത്തിലോ ആശ്രയിക്കുന്ന കുഞ്ഞുങ്ങളെ പോലെ ശിശുക്കളെ പോലെ അല്ല ഇനിമേൽ നാം. Because the one who died for you, the one who rose up for you is today living inside of you. കാരണം നിങ്ങൾക്ക് വേണ്ടി മരിച്ചവൻ, നിങ്ങൾക്കായി ഉയർത്തെഴുന്നേറ്റവൻ, അവൻ ഇന്ന് നിങ്ങളുടെ ഉള്ളിൽ തന്നെ വസിക്കുന്നു. Hallelujah. Hallelujah.
The one in us is greater. നമ്മുടെ ഉള്ളിലുള്ളവൻ അവൻ തന്നെ വലിയവൻ. Because we are born from above. കാരണം നാം ഉയരങ്ങളിൽ നിന്ന് ജനിച്ചവരത്രേ. And then we know the truth, and the truth is setting us free. അപ്പോൾ നാം സത്യം അറിയുകയും ആ സത്യം നമ്മെ സ്വതന്ത്രരാക്കുകയും ചെയ്യുന്നു. This book is our connection with God. ഈ പുസ്തകമാണ് നമുക്ക് ദൈവത്തോട് ബന്ധിപ്പിക്കുന്ന The ഘടകം. moment you start understanding about God, you will understand who you are. ദൈവത്തെ നാം തിരിച്ചറിയുന്ന മനസ്സിലാക്കുന്ന നിമിഷം തന്നെ നാം നമ്മെ തന്നെ ഞാൻ ആരാണെന്ന് നമുക്ക് മനസ്സിലാകും. We are having a prosperous life in Christ Jesus. ക്രിസ്തു യേശുവിൽ നമുക്ക് സമൃദ്ധിയായി അറിയാം, സമൃദ്ധമായ ഒരു ജീവിതം അത്രേ ഉള്ളത്. You and me cannot be failures in Jesus Christ. നിങ്ങൾക്കോ എനിക്കോ യേശു ക്രിസ്തു മുഖാന്തരം ഒരു നാളും പരാജയമാകുവാൻ കഴിയുകയില്ല. ഒരിക്കലും ക്രിസ്തു യേശുവാണ് എൻ്റെ കർത്താവ് എന്ന് പറഞ്ഞൊരു വ്യക്തി, അവന് താഴ്ച ഇല്ല, ഉയർച്ച മാത്രമേ ഉള്ളൂ. Hallelujah. Hallelujah. I am talking about wealth, I am talking about health, I am talking about peace, I am talking about every area in your life. ഞാൻ സംസാരിക്കുന്നത് സമ്പത്തിനെ കുറിച്ച്, ഞാൻ സംസാരിക്കുന്നത് ആരോഗ്യത്തെ കുറിച്ച്, സമാധാനത്തെ കുറിച്ച്, ജീവിതത്തിന്റെ എല്ലാ മേഖലകളെ കുറിച്ച് മാത്രമേ പറയുന്നത്. Hallelujah. Hallelujah. വീണ്ടും അടിവരയിട്ട് ഞാൻ പറയാം, യേശു എൻ്റെ കർത്താവാന്ന് പറഞ്ഞ് സ്നാനത്താൽ യേശുവിനോട് ഏകീഭവിച്ചിരിക്കുന്ന ഒരൊറ്റ വ്യക്തി പോലും അവരുടെ ജീവിതം പരാജയം ആകാൻ പറ്റത്തില്ല. സാമ്പത്തികമായി, ഭൗതികമായി, ആരോഗ്യപരമായി, സമാധാനപരമായി തലമുറ പോലും നിങ്ങളുടെ അനുഗ്രഹിക്കപ്പെട്ടേ മതിയാകത്തുള്ളൂ. ദൈവവചനം തെറ്റിപ്പോകത്തില്ല. Hallelujah. Because it cannot change. ഒരിക്കലും മാറ്റം വരികയില്ല വചനത്തിന്. Because whatever has to be done, it has been finished in Jesus' name. കാരണം ചെയ്യേണ്ടത് മുഴുവൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ചെയ്ത് നിവൃത്തീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. Hallelujah. Hallelujah. From Colossians chapter 1 and verse 12, 13 and 14. കൊലോസ്യ ലേഖനം 1-ാം അധ്യായം അതിന്റെ 12, 13, 14 വാക്യങ്ങൾ. Giving thanks to the Father who has qualified us to be partakers of the inheritance of the saints of light. വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിലുള്ള അവകാശത്തിനായി നമ്മെ പ്രാപ്തന്മാരാക്കുക. നമ്മളെ പ്രാപ്തന്മാർ പറഞ്ഞാട്ടെ, പ്രാപ്തന്മാർ. ഉറക്കെ പറഞ്ഞേ, പ്രാപ്തന്മാർ. ക്വാളിഫൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ പ്രാപ്തന്മാരാക്കുക. നമ്മുടെ മാനുഷിക അല്ലെങ്കിൽ മനുഷ്യവർഗത്തിന് അല്ലെങ്കിൽ പോട്ടെ രക്ഷിക്കപ്പെട്ടവർ പോലും അവരുടെ ജീവിതത്തിലെ പരാജയം വരുന്ന 3 മേഖലകളാണ്. 1, എനിക്ക് യോഗ്യത പോരാ. 2, ഭയം. 3, കുറ്റബോധം. ഇത് 3ഉം പിടിപിടിച്ചു കഴിഞ്ഞാൽ ഇവിടെ എഴുതിയിരിക്കുന്ന ഒന്നും എൻ്റേതല്ല. ഭയപ്പെട്ട് നിൽക്കുക, എന്തോ കുഴപ്പം വരാൻ പോകുക. ഹല്ലേലൂയ. എൻ്റെ കൂട്ടത്തിൽ ശുശ്രൂഷകരിൽ ചിലർ കുറച്ചുകൂടെ പേടി കൂട്ടുകയും ചെയ്യും. പക്ഷെ ഞാൻ ഇന്ന് ഉറപ്പിച്ചു ഞാൻ കാര്യം പറയാം, ക്രിസ്തുയേശു മരിച്ചത് ഇത് 3ഉം എന്നേക്കും മാറ്റാനായിട്ടാണ്. I am qualified. എനിക്ക് ആ പ്രാപ്തി ലഭിച്ചിരിക്കുന്നു. Can you tell yourself, I am qualified in Jesus? സ്വയം എന്ന് പറഞ്ഞേ, ഞാൻ ക്രിസ്തുയേശുവിൽ പ്രാപ്തിയുള്ളവനത്രേ. പ്രാപ്തിയുള്ളവനാ. ആമേൻ. ക്വാളിഫൈഡ് ആ, പ്രാപ്തിയല്ല, ക്വാളിഫൈഡ്. യോഗ്യതയുള്ള. ഇപ്പം എന്നാ പറയണ്ടേ, ഗവൺമെന്റ് ഓഫീസിൽ ജോലി വേണമെങ്കിൽ മിനിമം ഗ്രാജുവേറ്റ് വേണം, ക്വാളിഫൈ ചെയ്യണം, യോഗ്യത വേണം. Hallelujah. യോഗ്യത ഗ്രാജുവേഷൻ. Hallelujah. So if you are pre-degree, you cannot apply. നിങ്ങൾ പ്രീ ഡിഗ്രിക്കാരനാണെങ്കിൽ ഡിഗ്രി യോഗ്യത ചോദിച്ചിരിക്കുന്നതിന് നിങ്ങൾക്ക് അപേക്ഷിക്കാൻ കഴിയില്ല. So you cannot even think of it. അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാൻ പോലും പറ്റില്ല. That is what is happening, a lie from the devil, that you are not qualified for God's blessing. ഇത് തന്നെയാണ് പിശാച് പറയുന്ന നുണ. ദൈവത്തിന്റെ അനുഗ്രഹം പ്രാപിക്കാനുള്ള യോഗ്യത നിനക്കില്ലെന്ന് അവൻ നിങ്ങളോട് പറയും. But when you read the word, എന്നാൽ നിങ്ങൾ വചനം വായിക്കുമ്പോൾ the Bible says you are qualified for it. വേദപുസ്തകം പറയാ നിനക്ക് മാത്രമേ യോഗ്യതയുള്ളൂ. You are qualified not because what you have done, നീ ചെയ്ത പ്രവൃത്തി കൊണ്ടല്ല നിനക്ക് ആ യോഗ്യത വന്നത്. because what he has done and completed it. അവൻ ചെയ്ത് അത് നിവർത്തീകരിച്ചത് കൊണ്ട് മാത്രമാണ് നിനക്ക് ആ യോഗ്യത വന്നത്. Hallelujah. All the blessings of God belongs to me. ദൈവത്തിന്റെ സകല അനുഗ്രഹങ്ങളും എനിക്ക് സ്വന്തമാണ്. Hallelujah. Hallelujah. ചില പറയും തങ്കു ബ്രദർ സമർത്ഥിയ പറയുന്നത്, എപ്പോഴും അനുഗ്രഹം പറയുന്നത്, പിന്നെ വേറെ എന്നാ പറയണ്ടേ? വേറെ വല്ലതും പറയണോ? കുഴപ്പം വരാൻ പറയുന്നോ? ഇപ്പം വീട്ടിൽ ഇവിടുന്ന് ഇറങ്ങുമ്പോൾ വണ്ടി ഇടിക്കുമെന്ന് പറയണോ? 3 ദിവസം അല്ലെങ്കിൽ വീട്ടിൽ ഉപവാസ പ്രാർത്ഥന വെച്ചോ, അല്ലെങ്കിൽ വണ്ടി ഇടിക്കുമെന്ന് പറയണോ? ഹല്ലേലൂയ. വചനത്തിൽ എന്താണ് പറയുന്നത് അതല്ലേ പറയണ്ടേ?
He has qualified me. അവൻ എന്നെ യോഗ്യനാക്കിയിരിക്കുന്നു. ഒന്ന് പറഞ്ഞു, ഞാൻ എനിക്ക് യോഗ്യതയാ. എനിക്ക് ഞാൻ യോഗ്യതയുണ്ട്. ഗ്രാജുവേറ്റ് അല്ല, സർക്കാർ കിട്ടാൻ ഒരു PhD വരെ പഠിച്ചിട്ടുള്ളൂ. പക്ഷേ എന്റെ പേരും ആ ലിസ്റ്റിൽ വന്നു. അതിന്റെ പേര് അയോഗ്യത. ഗ്രാജുവേറ്റ് ആയതുകൊണ്ടല്ല. The same way we are not because of our qualification. നമ്മുടെ ഗുണം കൊണ്ടോ നമ്മുടെ യോഗ്യത കൊണ്ടല്ല. The Bible says he has qualified us to be partakers of the inheritance of the saints of light. വെളിച്ചത്തിന്റെ മക്കൾക്ക് ദൈവം കൊടുത്തിരിക്കുന്ന വെളിച്ചത്തിലുള്ള അവകാശം പ്രാപിക്കുവാനുള്ള യോഗ്യത അവൻ നമുക്ക് നൽകിയിരിക്കുന്നു. What is that light? എന്താണ് ആ വെളിച്ചം? Light is heavenly wisdom. അത് സ്വർഗീയമായ പരിജ്ഞാനമത്രേ വെളിച്ചം. Hallelujah. Hallelujah. വെളിച്ചം എന്ന് പറയുന്നത് വിശുദ്ധന്മാർക്കുള്ള വെളിച്ചത്തിന്റെ കൂട്ടവകാശം എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിലെ ജ്ഞാനമല്ല, ഇത് ഉയരത്തിലെ ജ്ഞാനമാണ്. ആമേൻ. Hallelujah. Hallelujah. This is wisdom from above. ഇത് ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനമത്രേ. We are partakers of wisdom from above. നാം ഉയരത്തിലുള്ള ആ ജ്ഞാനത്തിന് കൂട്ടവകാശികളത്രേ. And that is why no circumstance can have anything to do with us. അതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു സാഹചര്യത്തിനും നമ്മെ ഒരു തരത്തിലും ബാധിക്കുവാൻ പറ്റില്ല. That is why in the book of Corinthians the Bible says, അതുകൊണ്ടാണ് കൊരിന്തി ലേഖനത്തിൽ വേദപുസ്തകം പറയുന്നു, if the God of this earth knew that what he was doing, if he had the wisdom, he would have never crucified Jesus. ഈ വെളിച്ചം പിശാചിനുണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും മഹത്വത്തിന്റെ രാജാവിനെ ക്രൂശിക്കത്തില്ലായിരുന്നു. Hallelujah. This is not the wisdom of this earth. ഇത് ഈ ഭൂമിയുടെ ജ്ഞാനമല്ല. This is wisdom from above. ഇത് ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനമത്രേ. This is ignorance has been removed. ഇത് ആ അജ്ഞതയെ നീക്കം ചെയ്യലത്രേ. I am now in light. ഞാൻ ഇപ്പോൾ വെളിച്ചത്തിൽ നിൽക്കുന്നു. I am understanding what God is and what God has done for us and who I am in Jesus. ദൈവം ആരെന്നും ദൈവം എനിക്ക് വേണ്ടി എന്ത് ചെയ്തെന്നും ക്രിസ്തു യേശുവിൽ ഞാൻ ആരാണെന്നും ഇപ്പോൾ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നു. Earlier I did not have light. നേരത്തെ എനിക്ക് ഈ വെളിച്ചമില്ലായിരുന്നു. I was blind. ഞാൻ ഇരുട്ടിൽ അന്ധനായിരുന്നു. I was not sure where I am going. ഞാൻ എവിടേക്ക് പോകുന്നു എന്ന് എനിക്ക് ഉറപ്പില്ലായിരുന്നു. He opened my eyes. എന്നാൽ അവൻ എൻ്റെ കണ്ണുകളെ തുറന്നു. I know now where I am going. ഞാൻ എവിടേക്ക് പോകുന്നു എന്ന് ഞാൻ അറിയുന്നു. Everything. ഞാൻ എല്ലാം കാണുന്നു. I can understand everything. ഞാൻ എല്ലാം അറിയുന്നു. When a challenging situation comes in front of me, ഒരു വെല്ലുവിളി എൻ്റെ മുമ്പിൽ വന്നാൽ I will not look at that. ഞാൻ അതിലേക്ക് നോക്കി I will നിൽക്കില്ല. hear what Jesus has spoken. യേശു എന്തു പറഞ്ഞു ഞാൻ അത് കേൾക്കും. When there is no money in the pocket, പോക്കറ്റിൽ പണമില്ലായിരുന്നേക്കാം. I will not say I'm a poor man. ഞാൻ ഒരു ദരിദ്രനാണെന്ന് ഒരിക്കലും ഞാൻ പറയുകയില്ല. Please help me with money. എന്നെ ആരെങ്കിലും പണം തന്ന് സഹായിക്കണമേ എന്ന് പറയില്ല. No. ഇല്ല. No money in the pocket. പോക്കറ്റിൽ പണമില്ലായിരിക്കും. No problem. ഒരു വിഷയവുമില്ല. My God will supply all my needs according to his riches in glory. എൻ്റെ ദൈവമോ എൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെയും മഹത്വത്തോടെ തന്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തു യേശുവിൽ പൂർണ്ണമായി തീർത്തു തരും. That is heavenly wisdom. അതാണ് സ്വർഗീയ ജ്ഞാനം. That is light. അതത്രേ വെളിച്ചം. എൻ്റെ പേര് പ്രസാദ് എന്നാണ്. ഇതെൻ്റെ ഭാര്യയാണ്. എൻ്റെ സ്ഥലം ആറന്മുളയിൽ എഴിക്കാടെന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഞാൻ മദ്യപാനത്താൽ അകപ്പെട്ട ഒരു രീതിയായിരുന്നു. എൻ്റെ ഭാര്യ, അച്ഛൻ, അമ്മ, സഹോദരിമാർ ഇവരൊക്കെ എന്നിൽ നിന്നൊക്കെ വിട്ടുപിരിഞ്ഞു പോയി എൻ്റെ മദ്യപാനത്തിൻ്റെ കൂടുതൽ കൊണ്ട്. സാധാരണ ഒരു മദ്യപാനി എന്ന് പറയുന്ന രീതിയല്ല, അതിനൊക്കെ അപ്പുറമായിരുന്നു. കാരണം മദ്യപാനം കൂടി വീട്ടിൽ നാശങ്ങളായ സമയത്ത് എന്നെ ചികിത്സയ്ക്ക് വേണ്ടി കറ്റാനം ആശുപത്രി കൊണ്ടുപോയി 1 മാസക്കാലം ചികിത്സ ചെയ്യുകയും അതോടനുബന്ധിച്ച് പിന്നീട് മാസം തോറും ഗുളിക കഴിച്ച് ചികിത്സ ചെയ്തതാണ്. എങ്കിലും അതിൽ നിന്നും എൻ്റെ മദ്യപാനത്തിനെ മാറ്റുവാൻ കഴിഞ്ഞില്ല. പക്ഷേ അത് കഴിഞ്ഞ് പിന്നെ ഞാൻ മദ്യപിക്കുകയും വീട്ടിൽ നാശങ്ങളുണ്ടാവുകയും നാട്ടുകാർ എല്ലാവരും ബന്ധുക്കൾ ഇവരെല്ലാം വെറുത്ത് ഇരിക്കുന്ന സമയത്ത് ഞാൻ സ്വർഗീയ വിരുന്ന് ആരാധനയ്ക്ക് വരികയും അതിലൂടെ ആരാധന പങ്കുചേരുകയും അവിടെ ആരാധനയിൽ കൂടി എൻ്റെ മദ്യപാനം മാറുമെന്നുള്ള വിശ്വാസത്താലും ഞാൻ യേശുവിനെ സ്വീകരിക്കാൻ ഇടയായി. അതിലൂടെ എൻ്റെ അച്ഛന്, എൻ്റെ അമ്മ, സഹോദരിമാർ, ഭാര്യ, കുഞ്ഞെല്ലാം തിരികെ വരികയും അച്ഛൻ ഒരു 20 വർഷക്കാലമായിട്ട് ഷുഗർ പേഷ്യൻ്റായിരുന്നു. ഷുഗർ കൂടി ലിവറിന് കിഡ്നിക്ക് ബാധിച്ചു കഴിഞ്ഞ്
ഞാൻ ഒരു ദിവസം അച്ഛനോട് പറയും, ആ കാരണത്താൽ അച്ഛൻ വരികയും അന്ന് തന്നെ യേശു അച്ഛനെ തൊടുകയും അച്ഛൻ്റെ പൂർണ്ണമായി അസുഖം മാറുകയും ചെയ്തു. കിഡ്നിക്ക് പ്രവർത്തനം നിന്നാണ്, അതിനാൽ ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. ഞങ്ങൾ ആശുപത്രിയിൽ ടെസ്റ്റ് ചെയ്യുകയും ഡോക്ടർ രണ്ടാമത് പരിശോധിക്കുകയും ചെയ്യുന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇയാൾക്ക് നേരത്തെ കിഡ്നിക്ക് പ്രോബ്ലം ഉണ്ടായിരുന്നു, ഇപ്പോൾ യാതൊരു കുഴപ്പമില്ല. അപ്പോൾ ഞങ്ങൾക്ക് വിശ്വാസമായില്ലായിരുന്നു. ഞങ്ങൾ രണ്ടാമത് ഡോക്ടറിൻ്റെ വീട്ടിൽ ചെന്ന് കാണുകയും അപ്പോൾ ഡോക്ടർ പറഞ്ഞത്, ഒന്നെങ്കിൽ സ്കാനിങ് റിപ്പോർട്ട് തെറ്റായിരിക്കും, അതല്ല എങ്കിൽ ഇയാൾക്ക് യാതൊരു കുഴപ്പമില്ലെന്ന്. അച്ഛൻ അത് വിശ്വാസത്തോടു കൂടി അത് ഏറ്റെടുത്ത് അത് കഴിഞ്ഞ് ഇന്നേ വരെ അച്ഛൻ ഒരു കാരണവശാലും മരുന്ന് കഴിച്ചിട്ടേ ഇല്ല. 2 ദിവസം കൂടിയിരിക്കുമ്പോൾ ഇൻസുലിൻ എടുത്തുകൊണ്ടിരുന്നതാണ്. അത് എടുത്തില്ല എങ്കിൽ തലകറങ്ങി താഴെ വീഴുന്നതാണ്. പക്ഷേ അന്ന് വിശ്വാസത്തോടെ ഏറ്റെടുത്ത ആ നിമിഷം തൊട്ട് ഇതുവരെ ഒരു കാരണവശാലും മരുന്ന് ഉപയോഗിച്ചിട്ടില്ല. കോഴഞ്ചേരി സഭയിൽ നിന്ന് വരുന്ന ബ്രദർമാർ എഴിക്കാട് പ്രദേശത്ത് ഒരു ഭവനത്തിൽ ആരാധന നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ആ ആരാധന മധ്യയിൽ പിച്ചാത്തിയായിട്ട് കയറി ചെന്നൊരു വ്യക്തിയാണ്. അതിനാൽ ഇപ്പോൾ ഞാൻ പൂർണ്ണമായിട്ട് ആ സഭയിൽ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുകയാണ്. എനിക്ക് മദ്യവെച്ച് എന്നെ കേൾക്കുന്ന ജനമേ, എനിക്ക് പറയാനുള്ളത്, മദ്യപാനം ഒരു അസുഖമാണ്, അത് രോഗമാണ്. അതിന് ചികിത്സ ഒന്നേ ഉള്ളൂ, യേശു മാത്രമേ ഉള്ളൂ. യേശു ചോദിക്കുന്നത് നിൻ്റെ പണമോ പ്രതാപോ ഒന്നും ചോദിക്കുന്നില്ല. ഒറ്റ ചോദ്യമേ ഉള്ളൂ, നിനക്ക് മനസ്സുണ്ടോ എന്ന്. നിനക്ക് മനസ്സുണ്ടെങ്കിൽ നിനക്ക് മദ്യപാനം നീ മാറ്റേണ്ട, യേശു മാറ്റും. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഒരിക്കലും ഇങ്ങനെ ഒന്നിച്ച് ജീവിക്കാൻ കഴിയുമെന്ന് കരുതിയതല്ല, തീർത്തും വേണ്ടാന്ന് വെച്ച് ഞാൻ പോയതാണ്. പക്ഷേ എന്നേക്കാൾ മുന്നേ തന്നെ ഹസ്ബൻഡ് ദൈവത്തെ അറിയാൻ വന്നു, സ്വർഗീയവിരുന്ന് വന്ന് പ്രാർത്ഥനയ്ക്ക് വന്നെല്ലാം കഴിഞ്ഞ് എന്നെ വന്ന് വിളിച്ച്, ഞാൻ വരത്തില്ലെന്ന് പറഞ്ഞിട്ടും പിന്നെ എനിക്ക് മനസ്സനുവദിച്ചില്ല, തിരിച്ചു വന്ന്. ഒരിക്കലും ഇങ്ങനെ ഒന്നിച്ച് ജീവിക്കാൻ കഴിയുമെന്ന് ഒരിക്കലും കരുതിയതല്ല. ഇപ്പോൾ തകർന്ന ജീവിതത്തിൽ നിന്ന് ഇപ്പോൾ ഒത്തിരി സന്തോഷം ഞങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ആ കുടുംബത്തോടെ എല്ലാവരും ആത്മഹത്യക്ക് തന്നെ ശ്രമിച്ചിരുന്നു, അതുകൂട്ട് നാശം കാണിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. അഡീഷണൽ സെൻറ്ററിലാണെങ്കിൽ മരുന്ന് കഴിച്ചുകൊണ്ടിരുന്ന വ്യക്തിയാണ്. അത് കഴിഞ്ഞ് വന്ന് 8-9 മാസം കുടിക്കാതിരുന്ന് കഴിഞ്ഞ് വീണ്ടും മദ്യപാന ആസക്തിയിൽ വീഴുകയും പിന്നീട് തുടർന്ന് ഭയങ്കര നാശം കാണിക്കുകയും ആത്മഹത്യയ്ക്ക് വരെ തൂങ്ങി മുത്തൂറ്റ് ആശുപത്രി വരെ കിടന്ന വ്യക്തിയാണ് എൻ്റെ ഹസ്ബൻഡ്. പക്ഷേങ്കിൽ ഇപ്പോൾ എല്ലാവരും സന്തോഷത്തോടെയും സമാധാനത്തോടെയും ഒത്തൊരുമിച്ച് ജീവിക്കുന്നു. അതുപോലെ തന്നെ എനിക്ക് 13-ാമത്തെ വയസ്സിൽ തുടങ്ങിയ തലവേദനയായിരുന്നു. കഴിക്കാത്ത മരുന്നുകളില്ല, പോകാത്ത ആശുപത്രികളില്ല. ഇവിടെ വന്ന് പ്രാർത്ഥനയിൽ പങ്കുചേർന്ന് ബ്രദർമാരെല്ലാം കൂടെ ഒത്തൊരുമിച്ച് പ്രാർത്ഥിച്ച് എനിക്കിപ്പോൾ സൗഖ്യമായ, തലവേദന പൂർണ്ണമായിട്ടും എന്നെ വിട്ടുമാറി. ഞങ്ങൾ കുടുംബത്തോടെ ഇപ്പോൾ എല്ലാവരും സന്തോഷത്തോടെ സമാധാനത്തോടെ ഒന്നിച്ച് ജീവിക്കുന്ന സന്തോഷവും സമാധാനമുള്ളൊരു കുടുംബമാണ് ഇപ്പോൾ ഞങ്ങളുടേത്. ഇന്നത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ആ യേശു സമീപമുണ്ട്. യേശുവേ, എൻ്റെ ഹൃദയം ഞാൻ അങ്ങേക്കായി തുറന്നു തരുന്നു. എൻ്റെ പാപങ്ങൾ ക്ഷമിക്കണം, എൻ്റെ ജീവിതത്തിൽ വന്ന അപരാധങ്ങൾ മാറ്റണം, പരാജയങ്ങൾ മാറ്റണം, എന്നെ ഒരു പുതിയ വ്യക്തിയാക്കി മാറ്റണം. ആ മാറ്റം മാത്രമല്ല, എൻ്റെ ശരീരത്തിനൊരു സൗഖ്യം വേണം, എൻ്റെ കുടുംബത്തിന് വിടുതൽ വേണം, എൻ്റെ സാമ്പത്തിക പ്രശ്നത്തിൽ ഞാൻ വലയുകയാണ്. ഒന്ന് പറഞ്ഞേ, യേശുവിൻ്റെ കരം ഇപ്പോൾ തന്നെ നിങ്ങളെ സ്പർശിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവേ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ, കർത്താവെ, ഇന്ന് യേശുവേ എന്ന് വിളിക്കുന്ന ഈ ഓരോ വ്യക്തികളെയും ആത്മീയ വിടുതൽ, ശാരീരിക വിടുതൽ, മാനസിക വിടുതൽ, സാമ്പത്തിക വിടുതൽ അങ്ങ് അയക്കുന്നതിനായി സ്തോത്രം. ആ വിടുതലിൻ്റെ അടയാളമായി ഇന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ കുടുംബങ്ങളിലും അത്ഭുതം നടക്കട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉള്ളിൽ പറയുകയാണ്, ഇന്നത് കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികൾ ഇന്ന് കേട്ട സുവിശേഷ സന്ദേശം പോലെ തന്നെ ഇത് ഏറ്റെടുക്കുന്ന ഓരോരുത്തരിലും അത്ഭുതം നടക്കാൻ പോവുക. ഇന്ന് എത്ര ലക്ഷം വീടുകളിൽ ഇത് കേൾക്കുന്നുണ്ടെങ്കിലും ശരി, അവിടെ വിശ്വാസത്താൽ ഏറ്റെടുക്കുമോ, ഇന്നത്തെ ദിവസം കാണത്തക്കോണുള്ളൊരു അടയാളം സംഭവിക്കും. കർത്താവ് മറ്റൊരു കാഴ്ച എന്നെ കാണിച്ചത്, ഒരേ കുടുംബത്തിൽ നാളുകളായി ഭർത്താവും ഭാര്യയും മക്കളും ഒക്കെ ജീവിക്കുന്നു, പക്ഷേ സ്നേഹമില്ല, മിണ്ടുന്നില്ല, പിണക്കത്തില്ല, പിരിഞ്ഞിട്ടില്ലെന്നേ ഉള്ളൂ. അതുപോലെ കുടുംബത്തെ കർത്താവ് എന്നെ കാണിക്കുന്നു. യേശുവിൻ്റെ സ്നേഹ ഭവനത്തിലേക്ക് വരിക. വെറുപ്പും പരാജയവും തകർച്ചയും നിങ്ങളുടെ തലമുറ ഈ ഭാര്യയും ഭർത്താവും തമ്മിൽ ഇങ്ങനെ ഇരുന്നാൽ ആ കുഞ്ഞുങ്ങളുടെ ഗതി എന്തായിത്തീരും? യേശുവിൻ്റെ സ്നേഹത്തിൽ ഒന്ന് പുറത്തുകൂടെ, നമുക്കൊന്നിച്ചായിക്കൂടെ? കർത്താവെ, ആ കുടുംബത്തിന് വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ദൈവസ്നേഹം ആ കുടുംബത്തിലേക്ക് വരട്ടെ, ഭയങ്ങൾ മാറട്ടെ, ബന്ധിക്കപ്പെട്ട വ്യക്തികൾ വിടുതലാകട്ടെ. ചങ്ങലയിൽ കിടക്കുന്ന ചില വ്യക്തികൾ ഇനി മാനസിക രോഗം മാറുകയില്ല എന്ന് കരുതിയ ചില വ്യക്തികളുടെ മേൽ കർത്താവിൻ്റെ സ്നേഹം ഇറങ്ങുന്നു. അവർ ചങ്ങല വിട്ട് വെളിയിൽ വരാൻ പോകുന്നു. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആ മാനസിക രോഗി, ഭ്രാന്തെന്ന് പറഞ്ഞത് സൗഖ്യമാകട്ടെ, ശാരീരിക രോഗങ്ങൾ വിടുതലാകട്ടെ. വലിയ ഉന്നതമായ വലിയ മൾട്ടി മില്യൺ ബിസിനസ് ചെയ്തൊരു വ്യക്തി,
തകർന്ന് എന്നെ കേൾക്കുന്നു, വഴി അടഞ്ഞെന്ന് തോന്നുന്നു, മരിച്ചാൽ മതിയെന്ന് തോന്നുന്നു, യേശുവിൻ്റെ കരം നിങ്ങളെ തൊടുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ ആ കടബാധ്യതയുടെ കെട്ടുകൾ പൊട്ടാൻ, പുതു വഴികൾ തുറന്ന് പുതിയ നിയമങ്ങൾ പോലും ഉണ്ടായി വ്യക്തിക്ക് വിടുതലാകട്ടെ. എൻ്റെ കർത്താവിൻ്റെ കരം നീട്ടിയതിനായി സ്തോത്രം, പ്രാർത്ഥന കേട്ടതിനായി നന്ദി, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഓ, കർത്താവ് നിങ്ങളെ സ്നേഹിക്കുന്നു, പേർ ചൊല്ലി വിളിക്കുന്നു. തോമസ് എന്നൊരു പേര് എൻ്റെ പേര് തന്നെയാണ്. കർത്താവ് പ്രത്യേകിച്ച് ആരോട് ഇടപെടുന്നു, മറ്റ് നിങ്ങൾ ആരുമായിക്കൊള്ളട്ടെ, യേശു കർത്താവിൻ്റെ സ്നേഹം നിങ്ങളുടെ മേലുണ്ട്, യേശു നിങ്ങളുടെ കൂടെയുണ്ട്. ഈ ദിവസം അനുഗ്രഹത്തിൻ്റെ, സന്തോഷത്തിൻ്റെ, തുള്ളിച്ചാടുന്ന ദിവസമായിരിക്കും കർത്താവിൻ്റെ കൂടെ. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. അടുത്ത എപ്പിസോഡ് ഒരു പവർ പാക്ഡ് എപ്പിസോഡ്, അതിനായിട്ട് നമുക്ക് ഒരുങ്ങാം. അതിൽ കാണും വരെയും കർത്താവ് തൻ്റെ കൃപയിൽ നമ്മെ സൂക്ഷിക്കട്ടെ. ഐ ബ്ലസ് യു ഇൻ ജീസസ് നെയിം. ആമേൻ. मुझ जैसे पापी के लिए न जाने कितने कोड़े खाए, मुझ जैसे पापी के लिए प्रेम का सागर है तू, शांति का राजकुमार है तू. देखो आते हैं बहते हुए खून की धार, क्रूस से देखो आती है बहते हुए खून की धार. ओ मसीह तूने हमको सिखाए प्रेम की परिभाषा को, ओ मसीह तूने हमको सिखाए प्रेम की परिभाषा को. प्रेम का सागर है तू, शांति का राजकुमार है तू. चरणों में